അഗ്നിസാക്ഷി ഭാഗം 17. അമ്മായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ജീപ്പിലിരിക്കുകയായിരുന്നു കാശിനാഥൻ. വണ്ടി നിർത്തിയതും അവളൊന്ന് ഞെട്ടി ചുറ്റും നോക്കി. സാർ, സ്റ്റേഷനെത്തി, ഡ്രൈവർ പറഞ്ഞു. കാശിനാഥൻ വണ്ടിയിൽ നിന്നിറങ്ങി. അപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ജിതൻ പുറത്തേക്ക് വന്നു. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം. അത് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്ത് നേരെ കാശിയുടെ അരികിലേക്ക് ചെന്നു. കാശി, ഞാൻ കേട്ടതൊക്കെ നേരാണോ? ആ വിശ്വൻ നിൻ്റെ വീട്ടിലൊന്ന് പ്രശ്നം ഉണ്ടാക്കിയോ? ഉണ്ടാക്കി. അവന് കണക്കിലുള്ളത് ശ്രീപാർവതി കൊടുക്കുകയും ചെയ്തെന്ന് കേട്ടു. നേരാണോ? ഒരു കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചത് കാശി കണ്ണു വീഴ്ചകൊണ്ട് അവനെ നോക്കി. നീ ഇതെങ്ങനെ അറിഞ്ഞു? അമ്മ വിളിച്ചു പറഞ്ഞു. എന്തായാലും ശ്രീപാർവതി മിടുക്കി തന്നെയാണ്. ഇപ്പോൾ ആൾക്കാരൊക്കെ അവളുടെ വലിയ ഫാനാണെന്ന് അമ്മ പറഞ്ഞത്. കാശിനാഥൻ അവനെ തുറച്ചു നോക്കി. മതി അവളെ പുകഴ്ത്തിയത്. അതിന് നിനക്കെന്താടാ, അസൂയാണോ? അസൂയോ? എന്തിന്? അവൾ അതും ചെയ്യും, അതിനപ്പുറം ചെയ്യും. കോളേജ് യൂണിയൻ ചെയർമാനായിരുന്ന എൻ്റെ കരണക്കുറ്റി അടിച്ച് പൊടിച്ചുകൊണ്ടായിരുന്നു അവളുടെ കോളേജിലേക്കുള്ള രംഗപ്രവേശനം തന്നെ. അത് കേട്ടത് ജിതൻ അത്ഭുതത്തോടെ അവരെ നോക്കി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ? കേൾക്കട്ടെ, ഒന്ന് പോടാ. കാശ് പ്ലീസ് പറയടാ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആദ്യത്തെ കണ്ടുമുട്ടൽ? പറ. ജിതൻ ആകാംക്ഷയോടെ ചോദിച്ചു. കാശി അവനെ തുറച്ചു നോക്കി. പറയടാ പ്ലീസ്. അവൻ കെഞ്ചി ചെയ്ത് കാശി ശാന്തനായി. അവൻ്റെ ഓർമ്മകൾ പുറകിലേക്ക് പോയി. ഫ്രഷേഴ്സ് ഡേയുടെ അന്ന് ഫ്രണ്ട്സുമായി സംസാരിച്ച് നിൽക്കുമ്പോഴാണ് കോളേജിലെ അലമ്പനായ ഒരുത്തൻ്റെ ഒരു സ്വർണ്ണമാലയും കൈ പിടിച്ച് കൊണ്ടുവരുന്നത് കണ്ടത്. സംശയം തോന്നി അവന് പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തപ്പോഴാണ് റാഗിങ് എന്ന് പറഞ്ഞ് അവനൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ നിന്ന് പിടിച്ചു പറിച്ചതാണ് അതെന്ന് അറിഞ്ഞത്. അവൻ്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചിട്ട് ആ മാല ഞാൻ വാങ്ങി. ആ പെൺകുട്ടിയെ തിരക്കി അവളുടെ ക്ലാസ്സിലേക്ക് പോകുമ്പോഴാണ് ഒരു കൊടുങ്കാറ്റ് പോലെ പാറു എൻ്റെ മുമ്പിലേക്ക് വന്നത്. എന്നെയും മാലയും ഒന്ന് നോക്കി ദേഷ്യത്തോടെ എൻ്റെ കാരണത്തോടെ അടിയടിച്ചു. പിന്നെ മാലയും പിടിച്ച് വാങ്ങിയ ഒരു ഡയലോഗാണ്. സീനിയേഴ്സ് ആണെന്ന് വെച്ച് എന്ത് തോന്നിവാസം കാണിക്കുമെന്ന് വിചാരിക്കരുത്. ഇങ്ങനെ പിടിച്ചു പറിക്കാൻ നാണമല്ലേ നിങ്ങൾക്ക്? കാശ് വേണമെങ്കിൽ അന്തസ്സായി പണിയെടുത്തുണ്ടാക്കണം, അല്ലാതെ ഇങ്ങനെ ചെറ്റത്തരം കാണിക്കരുത്. തീ പാറുന്ന അവളുടെ നോട്ടവും ചാട്ടുള്ളിപ്പോലുള്ള അവളുടെ സംസാരവും കിട്ടും ഞാൻ ആകെ അന്തം വിട്ടുപോയി. അവൾ മാലയും കൊണ്ടുപോയി ആ കൊച്ചിന് കൊടുത്തു. അപ്പോഴാണ് ഏതോ ഒരു കുട്ടി വന്ന് പറഞ്ഞത് അവൾ ആളെ മാറിയ തല്ലിയതെന്ന്. പിന്നെ ആകെ ചമ്മലും കുറ്റബോധമൊക്കെ ആയിരുന്നു. എന്നെ വന്ന് കണ്ടു, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മാപ്പ് പറഞ്ഞു. അതായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. അത് പറഞ്ഞതും അവൻ്റെ മുഖം പ്രണയാർത്ഥമായത് ജിതൻ ശ്രദ്ധിച്ചു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ ചിന്തയിൽ നിന്ന് ഞെട്ടി ഉണർന്നു. എന്തായാലും എനിക്ക് വിഷ്ണുനൊന്ന് കാണണം. അവനോട് രണ്ട് പറയാതെ ശരിയാവില്ല. കാശിയുടെ മുഖം മുറുകി. ജിതനും തലയാട്ടി. കയ്യിലെ എല്ലിന് പൊട്ടലുണ്ട്, പ്ലാസ്റ്റർ ഇടണം. കുറച്ച് നാളത്തേക്ക് കൈ അനക്കാനൊന്നും പാടില്ല. ഡോക്ടർ പരിശോധിച്ച ശേഷം വിഷ്ണുവിനോടായി പറഞ്ഞു. ശരി, അവൻ അവശതയോടെ പറഞ്ഞു. കയ്യിൽ പ്ലാസ്റ്ററും ഇട്ട് മരുന്നും വാങ്ങി സഹായിയുടെ കയ്യും പിടിച്ച് വിശുൽ ആശുപത്രിയുടെ പുറത്തേക്ക് ഇറങ്ങി. ജീപ്പിൽ കയറാൻ ഒരുങ്ങവെയാണ് അവൻ്റെ മുന്നിലൊരു ജീപ്പ് വന്ന് നിന്നത്. അവൻ തലചിരിച്ച് നോക്കിയതും ഗാംഭീര്യത്തോടെ കാശിനാഥൻ പുറത്തേക്ക് ഇറങ്ങി. അവനെ കണ്ടതും വിശുവിൻ്റെ മുഖം വലിഞ്ഞു മുറുക്കി. കാശി പുച്ഛത്തോടെ അവനെ നോക്കി ചിരിച്ചു. എന്തു പറ്റി വിഷയ? നീ വെള്ളെടുത്ത് തലയും കുത്തി വീണ കൈ പ്ലാസ്റ്ററൊക്കെ? വിഷുവിനത് കേട്ട് കോപത്തോട് പല്ല് കടിച്ചു. കണ്ടിട്ടാരും നന്നായിട്ട് പെരുമാറുന്നത് പോലെ ഉണ്ടല്ലോ, ജിതൻ പറഞ്ഞു. അതിനാർക്കടാ ഇവിടെ ധൈര്യമുള്ളത്? വീരശൂര പരാക്രമിയാണെന്ന് മാർക്കൊന്നതിനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നൊക്കെ സ്വയം പുകഴ്ത്താറുള്ളവനല്ലേ ഇവൻ. അപ്പോൾ പിന്നെ ആര് തല്ലാനാ? ജിതന് കാശിയും ചിരിച്ചു. മതി നിൻ്റെയൊക്കെ പരിഹാസം. അവളോട് ചെന്ന് പറഞ്ഞേക്ക് മൂർഖനെയാണ് അവൾ നോവിച്ചു വിട്ടതെന്ന്. ഒരിക്കൽ ചെയ്തതെന്ന് കരുതി അഹങ്കരിക്കണ്ട. ഒരു ദിവസം എൻ്റെ കൈ കിടന്ന പടയോ അവള്. അങ്ങനെ ഒരു രംഗം നീ മുൻപ് കണ്ടിട്ടുള്ളതല്ലേ കാശി? ആ വെറിയോട് ചിരി കൂട്ടി. അത് കേട്ടെന്ന് കാശിനാഥൻ അലറിക്കൊണ്ട് അവൻ്റെ ഷർട്ടിൽ മുറുക്കി. കാശി വേണ്ട, ഇത് ഹോസ്പിറ്റലാണ്, ആളുകൾ ശ്രദ്ധിക്കുന്നു. ജിതൻ പറഞ്ഞത് കേട്ട് അവൻ ശാന്തനായി. റുക്കുവിനെ ഓർത്ത് മാത്രമാണ് ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചത്. പക്ഷേ ഇനി അതില്ല. നിൻ്റെ ചവിട്ടിയിട്ട് 3 മാസമുള്ള വയറ്റിൽ വെച്ച് തന്നെ നഷ്ടപ്പെട്ടതറിഞ്ഞ അലറക്കാരന് രുക്കുവിൻ്റെ മുഖം ഇന്ന് എൻ്റെ കണ്ണിലുണ്ട്. നിന്നെ കൊല്ലാൻ ഉറപ്പിച്ചത് തന്നെയായിരുന്നു ഞാൻ. വേണ്ടെന്ന് അവൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അടങ്ങിയത്. നിന്നോട് എൻ്റെ കാശിനാഥന് ക്ഷമയില്ല.
നിൻ്റെ ചേറ്റത്തരം കൊണ്ട് ഇനി എൻ്റെ വീട്ടുവളപ്പിൽ കാല് കുത്തിയാ ഈ കാശിനാഥൻ ആരാണെന്ന് ശരിക്കറിയും. താക്കീതോടെ പറഞ്ഞ് അവൻ വണ്ടിയിൽ കയറി. വണ്ടി പാഞ്ഞു പോകുന്നത് നോക്കി വിഷ്യൻ അരിശത്തോടെ കൈ ചുരുട്ടി. വൈകുന്നേരം ജീപ്പ് ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കയറുമ്പോഴേ കണ്ടു വരാതിയിൽ ആൾക്കൂട്ടം. അവൻ ആദ്യം ഒന്ന് പരിഭ്രമിച്ചു. വണ്ടി നിർത്തിയപ്പോൾ മനസ്സിലായി അയൽപക്കക്കാരൊക്കെ കൂടി പാർവതി പരിചയപ്പെടാനും അവളുടെ സൂര്യത്വത്തെ പുകഴ്ത്താനും വന്നതാണെന്ന്. ആ വണ്ടിയിൽ നിന്നിറങ്ങി. ആഹാ, കാശിനാഥൻ വന്നല്ലോ. കേട്ടോ മോനെ, എൻ്റെ കിട്ടുള്ള ആൾ ഭയങ്കര കേട്ടോ. ആ വിഷയനിട്ട് കൊടുക്കേണ്ടത് പലിശ സഹിതമായി അവളെ കൊടുത്തത്. ഇനി ഈ വഴിക്ക് അവനെ പ്രതീക്ഷിക്കണ്ട, നാരായണിയെടുത്ത് പറഞ്ഞു. അതെ, വീണയെ പോലെയല്ല ഇവളെ ഉശിരിയുള്ള, ചുമ്മാതല്ല നീ ഇവളെ കിട്ടിയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവർ ആക്കിയെന്ന് പറഞ്ഞു. കാശൊന്ന് ചമ്മി. അല്ല ചേച്ചിമാരെ, വിളക്ക് വയ്ക്കാറായില്ലേ? സന്ധ്യക്ക് മുമ്പ് കുടിയിറങ്ങിയില്ലേ കെട്ടിയന്മാരുടെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വരില്ലേ? എൻ്റെ അത്രയ്ക്ക് ചുരുത്തോന്ന് നിങ്ങൾക്കാർക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും പോയട്ടെ, എനിക്ക് കുറച്ച് പണിയുണ്ട്. അത് കേട്ടതും അവർ ഒന്ന് ചമ്മി. ശരി, എന്നാൽ ഞങ്ങൾ വരട്ടെ, പിന്നെ കാണാം. എല്ലാവരും പോയി. കാശൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. മുറിയിലേക്ക് ചെന്ന് കുളിച്ചിറങ്ങിയപ്പോഴേക്കും ആവി പറക്കുന്ന ചായയുമായി പാർവതി മുറിയിലേക്ക് വന്നു. കണ്ടിട്ടാ, ഇത് ചായ. അവനത് വാങ്ങി കുടിച്ചു. നീ ആ വിഷയനിട്ട് ശരിക്കും കൊടുത്തല്ലേ? എങ്ങനെ മനസ്സിലായി? കൈ പ്ലാസ്റ്റർ ഇട്ട് അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് കണ്ട്. ഓഹോ, അത്രയും കൊടുക്കണമെന്ന് കരുതുന്നില്ല. പക്ഷെ അവൻ്റെ പെരുമാറ്റവും വർത്തമാനവും കണ്ടപ്പോൾ കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല. പക്ഷേ സൂക്ഷിക്കണം നീ. അടിയേറ്റ പാമ്പാവൻ. അവസരം കിട്ടിയ അവൻ വരും. എനിക്കാരും പേടിയില്ല. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവർക്ക് പേടിയെന്നിരിക്കുന്നു. അവൻ വരട്ടെ, അപ്പോൾ കാണാം. അവളുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവം മിന്നി. പാറു, നിൻ്റെ വാചകമൊക്കെ കൊള്ളാം, പക്ഷെ കൊല്ലാൻ പോലും മടിക്കാത്തവനവൻ. സ്വന്തം കുഞ്ഞിനെ പോലെ അവൻ വെറുതെ വിട്ടിട്ടില്ല. 3 മാസം ഗർഭിണിയായ എൻ്റെ രുക്കുവിൻ്റെ അടുപ്പറ്റിൽ പുറംകാലുകൊണ്ട് തൊഴിച്ചവനവൻ. ചോരയിൽ കുളിച്ച് അലറി പിടിക്കുന്ന ഭാര്യയെ കണ്ടിട്ട് കാണാതെ പോയവനവൻ. 5 വർഷത്തെ ദാമ്പത്യം കൊണ്ട് അവൾക്ക് കിട്ടിയത് തകർന്ന മനസ്സും തളർന്ന ശരീരവുമാണ്. അത്രയ്ക്ക് ദുഷ്ടനാണ് അവൻ. സ്വന്തം വിജയത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ മടിക്കാത്തവൻ. അതിനാളുടെ ജീവിതവും അവൻ തകർത്തെറിയും. അതിനെന്ത് മാർഗവും അവൻ സ്വീകരിക്കും. മുന്നിൽ നിൽക്കുന്നത് സ്വന്തം അമ്മയും പെങ്ങളും ആണെന്ന് പോലും കരുതില്ല. അത്രയ്ക്ക് ആഭാസനാണവൻ. അതൊക്കെ പറയുമ്പോൾ കാശിയുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവം തെളിഞ്ഞു. പാറവനെ നോക്കി അവളുടെ നെറ്റിച്ചിടിഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്തൊരു പാവ പെണ്ണിൻ്റെ ജീവിതം വലിച്ചു കീറിയവനവൻ. അതിനെനിക്ക് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. അവൻ പറഞ്ഞത് കേട്ട് അവളൊന്ന് അമ്പരന്നു. കണ്ണേട്ടാ, അവളുടെ വിളി കേട്ടതും അവൻ ഞെട്ടി. തന്നിപ്പോൾ എന്താ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് അപ്പോഴാണ് അവനോർത്ത്. അവനാകെ പരിഭ്രമിച്ചു. കണ്ണേട്ടൻ എന്താ ഇപ്പോൾ പറഞ്ഞത്? അവൻ ആരുടെ ജീവിതം തകർച്ചയായിരുന്നെന്ന് കണ്ണേട്ടൻ പറഞ്ഞത്? അത് എൻ്റെ രുക്കുവിൻ്റെ ജീവിതം തന്നെ, അവൻ അല്പം പരിങ്ങലോട് പറഞ്ഞു. പാറു അവനെ സൂക്ഷിച്ചു നോക്കി. ഞാൻ കുറച്ച് സമയം പുറത്തേക്ക് നിൽക്കട്ടെ, വല്ലാത്ത ചൂട്. അത് പറഞ്ഞ് ചായക്കപ്പ അവിടെ വെച്ച് അവൻ ധൃതിയിൽ പുറത്തേക്ക് നടന്നു. പാറു സംശയത്തോടെ അവിടെ നിന്നു. കണ്ണേട്ടൻ എന്തോ തന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. കണ്ണേട്ടനോട് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത എന്തോ ഒരു പാതകം അവൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് കണ്ടുപിടിക്കണം, അവൾ മനസ്സിൽ ഉറപ്പിച്ചു. തുടരും.